കൊട്ടാരക്കര നഗരസഭയിൽ കൊട്ടാരക്കര നീലേശ്വരം റോഡിൻ്റെ ഇടതുവശത്തായിട്ട് റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഭൂമി കൊട്ടാരക്കര നഗരസഭയുടെ ആവശ്യപ്രകാരം ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി വിട്ടു നൽകുകയുണ്ടായി. അതിൻ്റെ ഉത്തരവ് 11/4/2025 റവന്യൂ വകുപ്പിൽ നിന്ന് ആ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുവെ കൊട്ടാരക്കര പട്ടണത്തിൽ ഉള്ള താമസക്കാരായിട്ടല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വൈകുന്നേരം വന്ന് ഒന്ന് ഒരു ഇരിപ്പിടം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് തീരുമാനിച്ചത്. 10 ലക്ഷം രൂപയാണ് നഗരസഭ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 10 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നഗരസഭയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. അല്പം പട്ടയം ഇതായിട്ടാണ് തന്നിരിക്കുന്നത്. അധികാരം ഏത് സമയത്താണ് അവർക്ക് ആവശ്യമുള്ളവർ റവന്യൂ വകുപ്പിന് ആവശ്യമുള്ള സമയത്ത് തിരികെ കൊടുക്കണം എന്ന നിബന്ധനയോടുകൂടിയാണ് തന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഏത് ഭൂമി റവന്യൂ വകുപ്പ് നൽകിയാലും അത്തരത്തിലുള്ള നിബന്ധനകൾ വെക്കാറുണ്ട്. 58,940 രൂപയാണ് ഇതിന് കരമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അത് കുറച്ച് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇത് ഒക്യുപ്പൈ ചെയ്തതിന് ശേഷം അപേക്ഷ കൊടുത്താൽ ആ തുക നമുക്ക് വളരെയധികം കുറച്ച് തരും. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ ഇത്തരത്തിലൊരു സ്ഥലം ആൾക്കാർക്ക് വന്ന് ഒന്നിച്ചിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത് പദ്ധതി. ഈ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വാർഷിക പദ്ധതി 23-ാം തീയതി DPC കൂടുന്നുണ്ട്. ആ വാർഷിക പദ്ധതിയിൽ ഇതിന് അംഗീകാരം ലഭിക്കും. സ്വാഭാവികമായിട്ടും നമുക്കൊരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഇത് ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിരിക്കുന്ന കടകളൊക്കെ അനധികൃതമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒഴിഞ്ഞു തന്നേ മതിയാവും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും.